ഗസയിൽ ഇസ്രായേൽ നടത്തിയ വംശഹത്യാ ശ്രമത്തിനും ഇറാന് നേർക്ക് അമേരിക്കയും ഇസ്രായേലും ആരംഭിച്ച ഏകപക്ഷീയമായ ആക്രമണത്തിനും അതിനെ അതിശക്തമായി ഇറാൻ പ്രതിരോധിച്ചതിനും ശേഷം ഓഗസ്റ്റ് 7-ന് അന്താരാഷ്ട്ര രംഗത്തൊരു വലിയ മാറ്റത്തിന് തുടക്കമിടുന്നു എന്ന മട്ടിൽ ഒരു കരാറിന് രൂപം നൽകുകയുണ്ടായി. സൗദി അറേബ്യയും തുർക്കിയും പാകിസ്ഥാനുമാണ് ആ കരാറിൽ ഒപ്പുവെച്ചത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി, തുർക്കിയുടെ പ്രസിഡന്റ്, സൗദിയുടെ കിരീടാവകാശി, ഇവർ 3 പേരും ചേർന്നിട്ടാണ് സൗദി അറേബ്യയിൽ വെച്ച് ആ കരാറിൽ ഒപ്പിട്ടത്. മക്ക അക്കോർഡ് എന്ന് ഇതിനകം പ്രസിദ്ധമായ ആ കരാറിൻ്റെ കൂടുതൽ വിവരങ്ങൾ കഴിഞ്ഞ ദിവസമാണ് തുർക്കിയുടെ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ടത്. അതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന നിലയ്ക്ക് അത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. നാറ്റോയ്ക്ക് തുല്യമായ ഒരു സഖ്യം എന്നുള്ള നിലയ്ക്ക് വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. സഖ്യത്തിലെ അംഗരാഷ്ട്രങ്ങൾക്ക് എതിരെ ഏതെങ്കിലും വേറൊരു രാജ്യം ആക്രമണം നടത്തിയാൽ അത് സഖ്യത്തിന് നേർക്കുള്ള ആക്രമണമായി വിലയിരുത്തപ്പെടും എന്ന നാറ്റോയിലെ വ്യവസ്ഥയ്ക്ക് തുല്യമായ വ്യവസ്ഥ ഈ കരാറിലുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. മറ്റൊന്ന്, ആണവശക്തിയായൊരു പാകിസ്ഥാൻ, സാമ്പത്തിക ശക്തിയായ സൗദി അറേബ്യ, പ്രതിരോധ രംഗത്ത് മറ്റ് രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് കുറെ കൂടെ മികവ് പുലർത്തുന്നത് തുർക്കി. ഈ 3 രാജ്യങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് ഇത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്താണ് ഈ കരാറിലെ പ്രാധാന്യം, കരാറിലെ വ്യവസ്ഥകൾ എന്തൊക്കെ എന്നുള്ളത് ഒന്ന്. ഈ കരാർ അമേരിക്കയ്ക്ക് അനുകൂലമാണ് എന്ന് ഒരു ഭാഗത്ത് വാദങ്ങൾ വരുന്നുണ്ട്. അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ ഒരു സ്വാധീനം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കരാർ എന്ന് വേറൊരു നിലയ്ക്കുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. ഇത് ഇന്ത്യയെ ഏതു വിധത്തിലാണ് ബാധിക്കുക എന്നുള്ള ആശങ്കകൾ വേറൊരു ഭാഗത്ത് ഉയരുന്നുണ്ട്. ഇതേക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ ഈ കരാർ ഒരു അന്താരാഷ്ട്ര രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമ്മൾ പരിഗണിച്ച് കഴിഞ്ഞാൽ വളരെ ക്രൂഷ്യലായിട്ടൊരു ടൈം പീരീഡിലാണ് ഈ കരാർ ഉണ്ടാകുന്നത്. ഇറാന് നേർക്ക് അമേരിക്കയും ഇസ്രായേലും ഏകപക്ഷീയമായ ആക്രമണം നടത്തുന്നു. ഇറാൻ ഇതാ പെട്ടെന്ന് തവിടുപൊടിയാവും എന്ന് പ്രതീക്ഷിച്ചിടത്തുനിന്ന് വലിയ പ്രതിരോധം ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇറാൻ്റെ പ്രത്യാക്രമണം മിഡിൽ ഈസ്റ്റിലെ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ താവളങ്ങൾ ലക്ഷ്യമിട്ടാവുന്നു, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് താവളം അനുവദിച്ച അറബ് രാജ്യങ്ങളെ ലക്ഷ്യമിട്ടാവുന്നു. അത് വലിയ തോതിലുള്ള അരക്ഷിതാവസ്ഥയോ അസ്ഥിരതയോ ആ മേഖലയിൽ ഉണ്ടാക്കുന്നു. ഇതിനിടയിലാണ് പാകിസ്ഥാനും അതുമാത്രമല്ല, ഈ ഇറാനും അമേരിക്കയും തമ്മിലുള്ള, അല്ലെങ്കിൽ ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ഈ കോൺഫ്ലിക്റ്റ് ഒന്ന് അവസാനിപ്പിക്കാനായിട്ടുള്ള മധ്യസ്ഥ ശ്രമങ്ങൾക്ക് പാകിസ്ഥാൻ തുടക്കമിടുന്നു. അതിനിടയിലാണ് പാകിസ്ഥാനും തുർക്കിയെയും സൗദി അറേബ്യയും തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റിന് ഒപ്പുവയ്ക്കപ്പെടുന്നത്. ഈ 3 രാജ്യങ്ങളുടെയും തലവന്മാർ, പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്, അതുപോലെ തുർക്കിയുടെ പ്രസിഡന്റ് ഉർദുഗാൻ, സൗദിയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ, ഇവർ 3 പേരും ചേർന്ന് ആ കരാറിൽ ഒപ്പുവയ്ക്കുന്നു. ഇത് വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടുണ്ട്. എന്താണ് ഈ സഖ്യത്തിൻ്റെ ഉദ്ദേശ്യം എന്നുള്ളതും ഇതിലെ ഈ സവിശേഷമായ ക്ലോസും. ഈ സഖ്യത്തിൽ ഏർപ്പെട്ട ഏതെങ്കിലും ഒരു രാജ്യത്തെ ആക്രമിച്ചാൽ അത് ഈ സഖ്യത്തിലെ എല്ലാ രാജ്യങ്ങളെയും ആക്രമിക്കുന്നതിന് തുല്യമായി കണക്കാക്കപ്പെടും എന്ന ആ വ്യവസ്ഥയും വലിയ തോതിൽ ചർച്ചയാകും. പാർട്ടാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി നിർണായകമായി ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു പാർട്ട്. അപ്പോൾ 1949 നാറ്റോ വരുമ്പോൾ അതിനുശേഷം പിന്നീട് അതിലേക്ക് പല രാജ്യങ്ങൾ കൂട്ടിച്ചേർക്കപ്പെടുകയാണ് ചെയ്തത്. നാറ്റോയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് നാറ്റോ അഗ്രിമെൻറ്റിൻ്റെ ആർട്ടിക്കിൾ 5 ആയിരുന്നു. അതായത് ഒരു നാറ്റോ രാജ്യത്തിനെതിരെ ഒരു സൈനിക ആക്രമണം ഉണ്ടായാൽ അത് എല്ലാവർക്കുമെതിരായ സൈനിക ആക്രമണമായി പരിഗണിക്കുകയും അതിനെ പ്രതിരോധിക്കാൻ എല്ലാവർക്കും ഉത്തരവാദിത്തമുണ്ട് എന്നത്. പക്ഷേ 9/11 കാലത്ത് മാത്രമാണ്, അതിനെ തുടർന്ന് മാത്രമാണ് ആ ആർട്ടിക്കിൾ ഇൻവോക്ക് ചെയ്ത് ഒറ്റത്തവണ മാത്രമാണ് ചരിത്രത്തിൽ ഇതെല്ലാവർക്കുമെതിരായ ആക്രമണമാണ് എന്ന മട്ടിലുള്ള തിരിച്ചടി ഉണ്ടായത്. അതിനോട് തുല്യമായൊരു കരാർ എന്നാണ് ഈ പാകിസ്ഥാൻ, സൗദി അറേബ്യ, തുർക്കി കരാറിനെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. കരാറിൻ്റെ പൂർണ്ണമായ ആ എഗ്രിമെൻറ്റിൻ്റെ ഡ്രാഫ്റ്റ് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. പുറത്തേക്ക് വന്നിട്ടുള്ളത് 3 കാര്യങ്ങളാണ്. ഒന്ന്, സൗദി വിദേശകാര്യ മന്ത്രാലയം ഈ കരാറിനെക്കുറിച്ച് ആ ദിവസങ്ങളിൽ ഈ മാസം 7-ാം തീയതി പുറത്തിറക്കിയ ഒരു പത്രക്കുറിപ്പ്. ആ പത്രക്കുറിപ്പിൽ പക്ഷേ പറയുന്നത്, പങ്കെടുത്ത ആളുകളുടെ പേര് പറഞ്ഞതിന് ശേഷം, ദ ഹിസ്റ്റോറിക്കൽ ബോണ്ടിങ് ഓഫ് ബ്രദർഹുഡ് ആൻഡ് ഇസ്ലാമിക് സോളിഡാരിറ്റി എന്ന ഒരു വാക്കാണ് അതിൽ പ്രയോഗിക്കുന്നത്. അതായത് ഈ 3 മുസ്ലിം ഭൂരിപക്ഷ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങൾ തമ്മിലുള്ള ചരിത്രപരമായ ബോണ്ടിങ്ങിൻ്റെയും അവർ തമ്മിലുള്ള സാഹോദര്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ഒരു ഡിഫൻസ് കരാർ
എന്ന മട്ടിലാണ്. അതിന് തൊട്ട് പിറകെ പാകിസ്ഥാനിലെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി പുറത്തിറക്കിയ ഒരു വാർത്താക്കുറിപ്പിൽ ഇത് ജനങ്ങളോട് വിശദീകരിച്ചുകൊണ്ട് ഇത് സെൽഫ് ഡിഫെൻസിന് വേണ്ടി മാത്രമുള്ളതാണ്, യുണൈറ്റഡ് നേഷൻസിൻ്റെ ചാർട്ടർ 51 പ്രകാരമുള്ള സെൽഫ് ഡിഫെൻസിന് വേണ്ടി മാത്രമുള്ള ഒരു കരാറാണ്, ഇതാർക്കെങ്കിലും എതിരെ അതിക്രമം നടത്താനുള്ളതല്ല എന്നൊരു വിശദീകരണം വന്നു. അതോടൊപ്പം തുർക്കി വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇത് ഇപ്പോൾ 3 പേരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നുണ്ടെങ്കിലും എക്സ്പാൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന മട്ടിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു. നേരത്തെ ഖത്തറിന് ഈ വാർത്തകൾ വന്നപ്പോൾ ഈ സഖ്യത്തിൽ ഖത്തർ ഉണ്ടാകും എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഈജിപ്റ്റാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പക്ഷേ അതിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് തുർക്കി വിദേശകാര്യ വകുപ്പിൽ നിന്നുള്ള പ്രസ്താവനകളിൽ തെളിയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇത് നാറ്റോക്ക് തുല്യമായ മുസ്ലിം രാജ്യങ്ങളുടെ ഒരു സഖ്യം രൂപീകരിക്കപ്പെടുകയാണോ എന്ന തരത്തിലുള്ള അന്താരാഷ്ട്ര ചർച്ചകളാണ്. ഒരു ഇസ്ലാമിക് നാറ്റോ എന്നാണ് ഇത് പ്രയോഗം തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകി തുടങ്ങിയിട്ടുണ്ട്. അതിനെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ ഇസ്ലാമിക് നാറ്റോ എന്ന പ്രയോഗം യഥാർത്ഥത്തിൽ ഇന്ത്യൻ മാധ്യമങ്ങളിൽ നിന്നാണ്, ടൈംസ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്ന്. പക്ഷേ അതിനുശേഷം അന്താരാഷ്ട്ര നിരീക്ഷകരും ഇതൊരു ഇസ്ലാമിക് നാറ്റോ ആണോ, അതായത് ഒരു നാറ്റോയുടെ സ്വഭാവത്തിലുള്ള ഇസ്ലാമിക രാജ്യങ്ങളുടെ സഖ്യം രൂപീകരിക്കപ്പെടുകയാണോ എന്ന മട്ടിലുള്ള ചർച്ചയുണ്ടായത്. ഇത് പ്രധാനമായും ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാന് നേരെ നടത്തിയ അക്രമത്തിനോട് ഉള്ള റെസ്പോൺസ് എന്ന നിലയിൽ ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെയും അവരുടെ ജിയോഗ്രഫിയെയും തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇറാൻ നടത്തിയ അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇനി താന്താങ്ങളുടെ സുരക്ഷയ്ക്ക് അമേരിക്കൻ സൈന്യത്തെയോ അമേരിക്കൻ സൈനിക താവളങ്ങളെയോ കൂടുതലായി ആശ്രയിക്കുന്നതിൽ അർത്ഥമില്ല എന്നൊരു തിരിച്ചറിവിൽ നിന്ന് ഉണ്ടായതാണ് എന്ന് പറയപ്പെടുന്നു. ഈ മൂന്ന് രാജ്യങ്ങളുടെയും പാകിസ്ഥാൻ്റെ വിദേശകാര്യ സഹമന്ത്രിയാണെന്ന് തോന്നുന്നു വാർത്താക്കുറിപ്പ് ഇറക്കിയത്. സൗദി അവരുടെ സൈറ്റിലാണ് വാർത്താക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചത്. തുർക്കിയും ഒരു എക്സ്പ്ലനേറ്ററി നോട്ടാണ് അത് ഇറക്കിയത്. ഇത് മൂന്നിലും പൊതുവായി പറയുന്നൊരു കാര്യം, പ്രതിരോധ രംഗത്തെ സഹകരണമാണ് ഈ മൂന്നിലെയും പ്രധാനപ്പെട്ട ഒരു ഊന്നലായിട്ട് അവർ കണക്കാക്കുന്നത്. പ്രതിരോധ മേഖലയിൽ ഒരുമിച്ചുള്ള ഗവേഷണം, ഒരുമിച്ചുള്ള വികസനങ്ങൾ, ഒരുമിച്ചുള്ള നിർമ്മാണം, ആ രംഗത്തുള്ള പരസ്പര സഹകരണം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നു. അതായത് ഇപ്പോൾ എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ അതിനെ തടുക്കാനുള്ളൊരു ശ്രമം പോലും ഒരുമിച്ച് നടത്താം, ഒരുമിച്ചുള്ള അഭ്യാസ പ്രകടനങ്ങൾ നടത്താം, പരസ്പരം ഈ രാജ്യങ്ങളുടെ സൈന്യങ്ങൾ തമ്മിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ ഒരുമിച്ച് നടത്താം എന്നൊക്കെയുള്ള എഗ്രിമെൻ്റ് ഈ കരാറിലുണ്ട്. ഏറ്റവും ഫോക്കസ് ചെയ്തിരിക്കുന്നത് അത് പ്രതിരോധ രംഗത്ത് മാത്രമാണ് എന്ന് വേണമെങ്കിൽ പറയാം ഈ എഗ്രിമെൻറ്റിൽ. മറ്റൊന്നും ഈ എഗ്രിമെൻറ്റിൽ വലിയ തോതിൽ പരാമർശിക്കപ്പെടുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ഈ രാജ്യങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളെ കൂടെ അഡ്രസ്സ് ചെയ്യുന്ന വിധത്തിലാണ് ഈ പ്രതിരോധ എഗ്രിമെൻറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇറാനുമായിട്ടുള്ള സംഘർഷം, അല്ലെങ്കിൽ ഇറാൻ ആക്രമിക്കപ്പെട്ടതിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതത്തിൻ്റെ പ്രശ്നമാണ്. അതുപോലെ അപ്പുറത്ത് ചെങ്കടലിലൂടെയുള്ള ഗതാഗതത്തിൻ്റെ പ്രശ്നവും സമാന്തരമായിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ രാജ്യങ്ങളെ മുഴുവൻ, അത് തുർക്കിയെക്കുറിച്ചാണ്, തുർക്കിയുടെ കാര്യത്തിലാണെങ്കിലും സൗദിയുടെ കാര്യത്തിലാണെങ്കിലും പാകിസ്ഥാൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഈ രാജ്യങ്ങളുടെ മാത്രമല്ല, പൊതുവിൽ ലോകരാജ്യങ്ങളിൽ പലതിൻ്റെയും സാമ്പത്തിക കൈമാറ്റങ്ങളെ വലിയ തോതിൽ ബാധിക്കുന്നതാണ് ഈ കടലിടുക്കുകളുടെ നിയന്ത്രണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ ഫോക്കസ് ചെയ്തിട്ട് കൂടിയാണ് ഈ പ്രതിരോധ രംഗത്തെ സഹകരണം എന്നുള്ള. രാജീവ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ 3 രാജ്യങ്ങൾക്കും 3 പ്രത്യേക രീതിയിൽ പ്രാധാന്യമുണ്ട്. ഒന്ന്, അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തലിൽ സൗദി അറേബ്യയുടെ വലിയ സമ്പത്ത് എന്നത്, ഡീപ്പ് പോക്കറ്റ് ഉള്ള ഒരു രാജ്യം എന്ന നിലയിൽ അതോടൊപ്പം ഹിസ്റ്റോറിക്കലായി തന്നെ വലിയ സൈനിക സന്നാഹവും സോഫിസ്റ്റിക്കേറ്റഡ് ആയ മിലിറ്ററി സിസ്റ്റവുമുള്ള രാജ്യം എന്ന നിലയിൽ തുർക്കി, അതോടൊപ്പം പാകിസ്ഥാൻ ഒരു ആണവ ശക്തിയാണ് എന്ന അവസ്ഥ. ഇത് 3 കാര്യങ്ങൾ ചേർന്ന് ഈ അഗ്രിമെൻറ്റിനെ വളരെ ക്രൂഷ്യലാക്കുന്നു എന്നാണ്. അപ്പോൾ അതേസമയം ഇത് ഈ പറയുന്ന പോലെ ഇന്ത്യൻ പശ്ചാത്തലത്തിലാണിത് വലിയ തോതിൽ ചർച്ചയാവുന്നത്. കാരണം നേരത്തെ തന്നെ സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു അഗ്രിമെൻ്റ് ഉണ്ട്. അതിലേക്ക് മറ്റൊരു രാജ്യം കൂടി ചേരുകയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. തൊട്ടു മുമ്പത്തെ വർഷം, കഴിഞ്ഞ വർഷം 2025 സെപ്റ്റംബർ മാസത്തിൽ സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ഡിഫൻസ് അഗ്രിമെൻറ്റ്, പരസ്പരം സഹകരിക്കാനുള്ള
ഒരാൾക്കെതിരെ അക്രമം വന്നാൽ ഇരുവരും ചേർന്ന് നേരിടും എന്ന മട്ടിലുള്ള പ്രസ്താവന കഴിഞ്ഞ വർഷം തന്നെ വന്നതാണ്. അതിലേക്ക് വളരെ പ്രബലമായ നാറ്റോയിൽ അംഗത്വം കൂടിയുള്ള തുർക്കി കൂടി വന്നു ചേർന്ന് അതിനെ കുറെ കൂടി വിപുലീകരിച്ച് ഒരു പുതിയ സഖ്യമായി ഉണ്ടായി എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ഇതിൽ ഇന്ത്യയിൽ നിന്നുള്ള നോട്ടമാണ് ഏറ്റവും ക്രൂഷ്യലായി വരുന്നത്. ഏതെങ്കിലും തരത്തിൽ ഒരു ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധങ്ങളുള്ള രാജ്യമാണ് സൗദി അറേബ്യ. അതോടൊപ്പം തുർക്കിയുമായും ഇന്ത്യക്ക് ബന്ധങ്ങളുണ്ട്. അപ്പോൾ ഈ രാജ്യങ്ങളുടെ നിലപാട് എന്തായിരിക്കും എന്നത്. അപ്പോൾ പൊതുവായി പാകിസ്ഥാൻ്റെ സൈനിക ശക്തി എന്നതിനെ വിലയിരുത്തുമ്പോൾ ഇനി പാകിസ്ഥാൻ്റെ സഖ്യശക്തികളായ തുർക്കിയുടെയും സൗദി അറേബ്യയുടെയും നിലപാട് കൂടി ഇന്ത്യക്ക് കൂടുതലായി പരിഗണിക്കേണ്ടി വരും എന്ന നിലയാണുള്ളത്. അതേസമയം ഇതൊരു നാറ്റോ മാതൃകയിലുള്ള സഖ്യമാവില്ല എന്ന് പറയാനും അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൈനികമായ ഒരു കൂട്ടുകെട്ടായി ഇത് മാറാനും സാധ്യതയില്ല എന്ന് വിലയിരുത്തുന്നവരാണ് കൂടുതലും. പക്ഷേ ഇന്ത്യയിൽ നിന്ന് നോക്കുമ്പോൾ പാകിസ്ഥാൻ ഈ രണ്ട് പ്രബല രാജ്യങ്ങളുമായി വളരെ സോളിഡായ സൈനിക സഖ്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നും ഒരുപക്ഷെ ഭാവിയിൽ നാറ്റോക്ക് തുല്യമായ ഒരു സംവിധാനത്തിൻ്റെ സ്ഥാപക അംഗങ്ങളിൽ പാകിസ്ഥാനും ഉൾക്കൊള്ളുന്നു എന്നതും ഇന്ത്യയെ സംബന്ധിച്ച് അല്പം ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് അത് ആശങ്ക ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് നമ്മളിതിനെ കാണുമ്പോൾ ഇതിന് ഈ വിദേശകാര്യ നിരീക്ഷകരൊക്കെ വേറൊരു കഥ കൂടെ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ പാകിസ്ഥാൻ അമേരിക്കയുമായി നേരത്തെ മുതൽ തന്നെ, അതായത് പാകിസ്ഥാൻ രൂപീകരിച്ച കാലം മുതൽ തന്നെ അമേരിക്കയുമായി ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്ത രാജ്യമാണ്. 1955 ബാഗ്ദാദ് ഉടമ്പടി ഉണ്ടാകുന്ന സമയത്ത് അതിൽ അംഗത്വം എടുക്കാൻ പാകിസ്ഥാനെ പ്രേരിപ്പിക്കുന്നത് അമേരിക്കയാണ്. അതിൽ പാകിസ്ഥാൻ അംഗത്വം എടുക്കുന്നുണ്ട്, കുറേ കാലം അതിൽ തുടരുന്നുണ്ട്. ഈ അംഗത്വം നിലനിൽക്കെയാണ് 1965-ലും 1971-ലും ഇന്ത്യ പാക് യുദ്ധങ്ങളുണ്ടാകുന്നത്. അക്കാലത്ത് പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നത് അമേരിക്കയുടെ പിന്തുണ ഇന്ത്യക്ക് കിട്ടും, അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും പിന്തുണ. ബ്രിട്ടനും ഈ ബാഗ്ദാദ് ഉടമ്പടിയിൽ അംഗങ്ങളായിരുന്നു. അപ്പോൾ ബ്രിട്ടൻ്റെയും അമേരിക്കയുടെയും പിന്തുണ പാകിസ്ഥാന് കിട്ടും, അല്ലെങ്കിൽ മിനിമം അവരെ സഹായിച്ചില്ലെങ്കിലും ഇത് പ്രതിരോധത്തിലാക്കില്ല എന്നൊരു പ്രതീക്ഷ പാകിസ്ഥാനുണ്ടായിരുന്നു. പക്ഷേ അന്ന് 1965-ലെയും 1971-ലെയും യുദ്ധകാലത്ത് അമേരിക്കയും ബ്രിട്ടനും ഒരേപോലെ ഇന്ത്യക്കും പാകിസ്ഥാനും ഒരുപോലെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ള സ്ട്രാറ്റജിയാണ് അവരെടുത്തത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് പാകിസ്ഥാനെ സഹായിക്കുമ്പോൾ തന്നെ ഈ ഇന്ത്യ ഒരു വലിയ കമ്പോളമായിട്ട് അവിടെ ഉണ്ട് അക്കാലത്ത് തന്നെ. ഇതേ സിനാരിയോ തുർക്കിയെ സംബന്ധിച്ചും സൗദിയെ സംബന്ധിച്ചും ഇന്ത്യയുടെ കാര്യത്തിലുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ സൗദിയിൽ ഇന്ത്യക്കാരായ ആളുകളുടെ ഒരു വലിയ പോപ്പുലേഷൻ അവിടെയുണ്ട്. 25 ലക്ഷത്തോളം ഇന്ത്യക്കാർ, മലയാളികളടക്കമുള്ള ഇന്ത്യക്കാർ സൗദിയിൽ ഉണ്ട് എന്നാണ് അനൗദ്യോഗികമായിട്ടുള്ള കണക്ക്. ട്രേഡ് റിലേഷൻ്റെ കാര്യത്തിൽ സൗദി അറേബ്യയുടെ രണ്ടാമത്തെ പാർട്ട്ണറാണ്. അതുമാത്രമല്ല, ഇന്ത്യയിൽ ഏതാണ്ട് $100 ബില്യൺ നിക്ഷേപം നടത്താനുള്ള ഒരു കരാറിൽ ഒപ്പിട്ട് അത് നടപ്പാക്കാൻ ഇരിക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ. അതായത് വലിയ തോതിലുള്ള ബിസിനസ് ബന്ധങ്ങൾ, വ്യാപാര ബന്ധങ്ങൾ, വലിയ തോതിലുള്ളൊരു കമ്പോളമായിട്ട് ഇന്ത്യ ഇവിടെ നിലനിൽക്കുന്നു. സൗദി ആണെങ്കിൽ വലിയ ഡെവലപ്മെൻറ്റിലേക്ക് വലിയ നിക്ഷേപം നടത്താൻ അവർ ഒരുങ്ങി നിൽക്കുന്നു. അവിടേക്കൊക്കെ എത്താനിടയുള്ള ആളുകളുടെ ഒരു മനുഷ്യ വിഭവശേഷി വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എത്താനിടയുള്ളത് ഇന്ത്യക്കാരാണ് എന്നുള്ളൊരു വസ്തുത അവിടെ നിൽക്കുന്നു. ആ നിലയ്ക്ക് ഈ സഖ്യമുണ്ടെങ്കിൽ പോലും ഈ സഖ്യത്തിൻ്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിലൊരു ഇന്ത്യ വിരുദ്ധ നിലപാടിലേക്ക് പോകാൻ പ്രത്യക്ഷമായി സൗദിക്ക് സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെയാണ് തുർക്കിയുടെ കാര്യത്തിലും. തുർക്കിക്കും പല വിധത്തിൽ അവർ ഈ പറയുന്ന ഒരു ചരിത്രപരമായ ബ്രദർഹുഡിൻ്റെ അന്തരീക്ഷം അവിടെയുണ്ട്. ഒരു ഇസ്ലാമിക് എന്താ പറയുക, ഒരു സുന്നി സാഹോദര്യം എന്നുള്ളൊരു സംഗതി അവിടെയുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യയുമായി തുർക്കിക്ക് സവിശേഷമായ വേറെ നിലയ്ക്കുള്ള ബന്ധങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഇങ്ങനൊരു എഗ്രിമെൻ്റ് ഉണ്ടായാൽ പോലും ഇന്ത്യയുടെ കാര്യത്തിൽ അത്രത്തോളം ഒഫൻസീവായിട്ടുള്ള ഒരു നിലപാടിലേക്ക് ഇതിലാകെയുള്ള പ്രശ്നം. ഇപ്പോൾ ജമ്മു കാശ്മീരിൻ്റെ കാര്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കത്തിൽ പാകിസ്ഥാൻ്റെ നിലപാടിനോട് അല്പം കൂടി സിമ്പത്തറ്റിക്കാണ് തുർക്കിയുടെ നിലപാട്. അതിൽ ഇന്ത്യയുടെ നിലപാടിനെ അല്ല തുർക്കി പിന്തുണക്കുന്നത് എന്നതാണ്. അത്തരം കാര്യങ്ങളിലൊക്കെ ഈ ഒരു സഖ്യം രൂപപ്പെട്ട് വരുമ്പോൾ കുറെ കൂടി പാകിസ്ഥാൻ്റെ വേർഷന് പ്രാമുഖ്യം കിട്ടും അന്താരാഷ്ട്ര വേദികളിൽ എന്ന ഒരാശങ്കയാണ് ഉള്ളത്. പരസ്പരം സഹകരിച്ചുള്ള സൈനിക അഭ്യാസങ്ങൾ പോലെയുള്ള കാര്യങ്ങളിൽ ഇന്ത്യയുടെ നില അല്പം താഴേക്ക് വരും തുടങ്ങിയ ആശങ്കകളാണ്. അതിനപ്പുറത്തേക്ക് ഇതൊരു സഖ്യമായി ചേർന്ന് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉള്ള ഒരു സംഘർഷം ഉണ്ടാവുകയാണെങ്കിൽ ഈ 3 രാജ്യങ്ങളെ കൂടി ഇന്ത്യ പരിഗണിക്കേണ്ടി വരും എന്ന നിലവിലില്ല എന്ന് തന്നെയാണ്
ഇതുമായി ബന്ധപ്പെട്ട നിരീക്ഷകരുടെ വിലയിരുത്തൽ. പക്ഷേ ഒരു അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും അന്താരാഷ്ട്ര നിരീക്ഷകർക്കിടയിലും ഇത് ഒരു ഭാവി സഖ്യത്തിൻ്റെ ആദ്യ പടിയായി കണക്കാക്കപ്പെടും. അതായത് കൂടുതൽ രാജ്യങ്ങൾ ഒരുപക്ഷെ അറബ് രാജ്യങ്ങൾ ഒരുപക്ഷെ ഈ സഖ്യത്തിൻ്റെ ഭാഗമായി മാറാനുള്ളൊരു ചാൻസ് അവിടെ ഉണ്ട്. നേരത്തെ ഇപ്പോൾ ഖത്തറിൻ്റെ കാര്യം പരാമർശിക്കപ്പെട്ടിരുന്നു, അതുപോലെ ഈജിപ്ത് അങ്ങോട്ട് വരും എന്നുള്ള സൂചനകൾ ഇപ്പോൾ വരുന്നു. അപ്പോൾ കൂടുതൽ രാഷ്ട്രങ്ങൾ ഒരുപക്ഷെ ഈ സഖ്യത്തിൻ്റെ ഭാഗമാകാനുള്ളൊരു സാധ്യത അവിടെ ഉണ്ട്. അതാണ് ഒരു പാർട്ട്. രണ്ടാമത്തെ, നമ്മൾ ഇന്ത്യയിൽ നിന്ന് മാറി ഒരു അമേരിക്കൻ കാര്യം പറഞ്ഞു വെച്ചാൽ, അമേരിക്ക ഈ പറയുന്ന ഗൾഫ് റീജിയനിലുള്ള രാജ്യങ്ങളുടെ മുഴുവൻ ഒരു സെക്യൂരിറ്റി പ്രൊവൈഡർ എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും അതിന്റെ ഒരു വിശ്വാസ്യത നഷ്ടപ്പെട്ടു. അതിൻ്റെ ഒരു വിശ്വാസ്യത ഇറാന്റെ പ്രത്യാക്രമണത്തോടു കൂടി അമേരിക്കൻ ആ ഒരു സെക്യൂരിറ്റി അംബ്രല്ലയ്ക്ക് കീഴിൽ ഗൾഫ് റീജിയൻ മുഴുവനായും സുരക്ഷിതമാണ് എന്ന വിശ്വാസം തകർന്നു. അതിൻ്റെ കൂടി റെസ്പോൺസാണിത് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇത് അമേരിക്കൻ താല്പര്യത്തിനെതിരാണ് എന്നാണ് പൊതുവായ വിലയിരുത്തൽ. അതേസമയം ഈ ആളുകൾ ഇറാനുമായല്ല സഖ്യം ചേരുന്നത്. ഇറാനെതിരെയുള്ള അല്ലെങ്കിൽ ഇറാൻ്റെ ആക്രമണത്തിനോടുള്ള ഒരു റെസ്പോൺസ് എന്ന മട്ടിലാണ് ഈ സഖ്യം രൂപപ്പെട്ടു വരുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു പക്ഷേ അമേരിക്കൻ താല്പര്യങ്ങളുടെ സംരക്ഷണത്തിന് കൂടിയാകാം എന്നും ചില ആളുകൾ എന്നും പറയുന്നുണ്ട്. പക്ഷേ അതിൽ കുറച്ചുകൂടെ ബ്രോഡർ പെർസ്പെക്റ്റീവിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാലം ഇപ്പോൾ ഖത്തറിൽ, സൗദി അറേബ്യയിൽ, ബഹ്റൈനിൽ, കുവൈത്തിൽ, UAE-യിൽ, ഒമാനിൽ, ജോർദാനിൽ ഒക്കെ അമേരിക്കയ്ക്ക് താവളങ്ങളുണ്ട്. ഈ രാജ്യങ്ങളുടെ ഒക്കെ സംരക്ഷണം ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന ഒരു മട്ടിലാണ് അമേരിക്ക പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇറാൻ്റെ വലിയ മിസൈലുകളെയും ഡ്രോണാക്രമണങ്ങളെയും ഒക്കെ പ്രതിരോധിക്കാൻ അമേരിക്കൻ സൈന്യമാണ് അവിടെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് അതിനെ മറികടന്നുകൊണ്ട് ഇറാൻ അവിടെ ആക്രമണം നടത്തിയത് വലിയ തോതിലുള്ള പരിഭ്രാന്തി ഈ രാജ്യങ്ങൾക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ചുവട് പിടിച്ചുകൊണ്ട് സ്വന്തം പ്രതിരോധ സംവിധാനം കെട്ടിപ്പടുക്കുക എന്നുള്ളത് തങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന മട്ടിലേക്ക് ഈ രാജ്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുമുണ്ട്. അതിൻ്റെ കൂടെ തുടർച്ചയിലാവാം ഇത്തരം സഖ്യങ്ങളൊക്കെ ഒരുപക്ഷെ രൂപപ്പെട്ടു വരുന്നത്. അപ്പോൾ ഒന്ന്, അമേരിക്കയ്ക്ക് ആ മേഖലയിൽ ഉണ്ടായിരുന്ന ഒരു പ്രോമിനൻസ് നഷ്ടപ്പെടുന്നു. ഇറാനെ ആക്രമിക്കുക വഴി ഈ മേഖലയിൽ വലിയ അസ്ഥിരത ഉണ്ടാക്കുകയും വലിയ ശത്രുത പരസ്പരം ഉണ്ടാക്കുകയും അങ്ങനെ രാജ്യങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കി ആ മേഖലയിൽ ആകെ അസ്വസ്ഥത ഉണ്ടാക്കി അതിൻ്റെ പൂർണ്ണ നിയന്ത്രണം അമേരിക്കയുടെ ഒരു കീഴിലേക്ക് കൊണ്ടുവരിക എന്ന വിശാലമായ അജണ്ടയുടെ ഭാഗമാണോ ഈ നടക്കുന്നതൊക്കെ എന്ന സംശയം ഒരുപക്ഷെ ഈ ഗൾഫ് രാജ്യങ്ങൾക്കൊക്കെ, പ്രത്യേകിച്ച് സൗദി, ഖത്തർ പോലെയുള്ള രാജ്യങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. അതിൻ്റെ കൂടെ ബാക്കിയായിട്ടായിരിക്കും ചിലപ്പോൾ ഇത്തരം സഖ്യങ്ങൾ രൂപപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കൂടുതൽ അങ്ങോട്ട് പോകുമ്പോൾ അമേരിക്കയെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് നടപ്പില്ല, അല്ലെങ്കിൽ അത് പ്രായോഗികമല്ല. അത് തങ്ങളുടെ തന്നെ റിസോഴ്സസിനെയും തങ്ങളുടെ തന്നെ നിലനിൽപ്പിനെയും ബാധിക്കാനിടയുണ്ട് എന്നൊരു തോന്നൽ ഒരുപക്ഷെ ഈ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഇറാന് നേരെയുള്ള ആക്രമണവും അതിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളും ഈ രാജ്യങ്ങൾക്ക് ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ആ ചിന്ത. അപ്പോൾ അതിൻ്റെ കൂടെ ബാക്കിയാവാം ഇങ്ങനെ ഒരു കരാർ എന്ന് ചിന്തിക്കുന്നുണ്ട്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഇത് അമേരിക്കയ്ക്ക് അത്രത്തോളം ശുഭകരമല്ലാത്ത ഒരു കരാറാണ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് ഇപ്പോൾ സൗദി അമേരിക്കയായിട്ടുള്ളൊരു സിവിൽ ന്യൂക്ലിയർ സഹകരണ എഗ്രിമെൻ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ഇസ്രായേലിനെ അംഗീകരിക്കുന്ന അബ്രഹാം അക്കോർഡിൽ സൗദി ഒപ്പിടണം എന്ന വ്യവസ്ഥ ട്രംപ് വെച്ചിട്ടുണ്ട്. അതവിടെ നിൽക്കുകയാണ് ഇപ്പുറത്ത് ഒരു ആണവശക്തിയായി സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ള പാകിസ്ഥാനുമായി സൗദി പോയി ഒരു പ്രതിരോധ സഹകരണ കരാർ ഉണ്ടാക്കുന്നത്. അവിടെ ഒരു ന്യൂക്ലിയർ എഗ്രിമെൻറ്റ് ട്രംപ് രണ്ടാം വട്ടം പ്രസിഡന്റ് ആയപ്പോൾ ആദ്യം സന്ദർശിച്ചത് രാജ്യങ്ങളിലൊന്ന് സൗദിയായിരുന്നു. ഇസ്രായേൽ പോകുന്നതിന് മുമ്പ് സൗദി പോയിട്ട് ഈ ഹമാസിൻ്റെ ആക്രമണത്തിന് തൊട്ട് മുമ്പ് കരാർ ഒപ്പിടുന്നതിൻ്റെ തൊട്ട് മുമ്പ് വെച്ചാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് അവിടെ നിലനിൽക്കുകയാണ് പാകിസ്ഥാനുമായിട്ട് സൗദി ഒരു കരാറിൽ ഒപ്പിടുന്നത്. അപ്പോൾ അതുമാത്രമല്ല, ആ സന്ദർശനത്തിൽ തന്നെ ഏതാണ്ട് $142 ബില്യൺ ആയുധം ഇടപാടിന് വേണ്ടിയിട്ടുള്ള കരാർ, അത് സൗദി അത്രയും ആയുധങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങാനുള്ളൊരു കരാറിലും ഒപ്പുവെച്ചു. അന്ന് അത് വിശേഷിപ്പിക്കപ്പെട്ടത് അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ആയുധ കച്ചവടം എന്നുള്ള മട്ടിലാണ് സൗദി ഇത്രയും വലിയ ആയുധങ്ങൾ വാങ്ങാനുള്ള കരാർ കൊടുക്കുന്നത്. 100 ടാങ്കുകൾ, അതുപോലെ F-35 വിമാനങ്ങൾ, ഇതടക്കമുള്ള വലിയ ആയുധ ശേഖരമാണ് അമേരിക്കയിൽ നിന്ന് വാങ്ങാനായിട്ട് കരാർ. ഈ കരാറൊക്കെ നിലനിൽക്കെയാണ് ഇപ്പുറത്ത് പോയിട്ട് വേറൊരു എഗ്രിമെൻറ്റിലേക്ക് സൗദി എത്തിച്ചേരുന്നത്. ഇത് വിൽക്കാതിരിക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കില്ല. കാരണം വെച്ചാൽ അമേരിക്കയുടെ ഏറ്റവും വലിയ എന്താ പറയുക, അമേരിക്കൻ ഫിനാൻസിനെ തന്നെ വലിയ തോതിൽ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആയുധ കച്ചവടമാണ്. ഈ കച്ചവടം എന്തായാലും നടക്കും. ഈ ആയുധങ്ങൾ സൗദി എന്തായാലും വാങ്ങും. ഇപ്പുറത്ത് ഇങ്ങനൊരു എഗ്രിമെൻറ്റും ഉണ്ടാക്കുന്നു. അപ്പോൾ കുറെക്കൂടെ സെൽഫ് റിലയൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫൻസ് മെക്കാനിസത്തിലേക്ക് ഈ രാജ്യങ്ങൾ നീങ്ങാൻ ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ തുടക്കമായിട്ട് ഇതിനെ കാണുന്നവരുണ്ട്. ഇത്രയും സങ്കീർണമായൊരു ജിയോ പൊളിറ്റിക്സിനിടയിൽ ഒരു രാജ്യത്തിന് നേരെ ആക്രമണം നടന്നാൽ
അത് ഈ 3 രാജ്യങ്ങൾക്ക് നേരെയും ഒന്നിച്ചുള്ള അക്രമമായി കണക്കാക്കുമെന്ന നാറ്റോയുടെ ആർട്ടിക്കിൾ 5 സമാനമായ വ്യവസ്ഥ ഇതിലുണ്ട് എന്നതാണല്ലോ തർക്ക വിഷയം. അങ്ങനെ കണക്കാക്കാൻ ഈ 3 രാജ്യങ്ങളിൽ പാകിസ്ഥാൻ, തുർക്കി, സൗദി അറേബ്യ ഈ രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് അങ്ങനെ കണക്കാക്കാൻ കഴിയുമോ? ഏതെങ്കിലും ആ സഖ്യരാജ്യങ്ങളുമായി വേറെ ഏതെങ്കിലും ഒരു രാജ്യം ഒരു സംഘർഷത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ ഇതെല്ലാവർക്കും എതിരെയുള്ള അക്രമമാണ്. ഉദാഹരണത്തിന് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉണ്ടാവുകയാണെങ്കിൽ തുർക്കിക്കും സൗദി അറേബ്യക്കും ഈ ആർട്ടിക്കിൾ 5 എന്നതിന് സമാനമായ ഒരു മാനസികാവസ്ഥയിലേക്ക് പോകാൻ കഴിയുമോ? അത്രയ്ക്ക് ലളിതമാണോ ഈ അത്രയ്ക്ക് ജിയോപൊളിറ്റിക്സ്? ഒട്ടും ലളിതമല്ല ഈ സംഗതി. അങ്ങനെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ രാജ്യങ്ങൾക്കൊന്നും അങ്ങനെ പരസ്പരം കരുതാനും പറ്റില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഇറാൻ സൗദി അറേബ്യയിലേക്ക് നടത്തുന്ന ഏതെങ്കിലും ആക്രമണം ഉണ്ട് എന്ന് കരുതുക. അതായത് അമേരിക്ക നടത്തുന്ന ആക്രമണത്തിന് പ്രതികാരം എന്നുള്ള നിലയ്ക്ക് ഇറാൻ സൗദിയെ ആക്രമിച്ചാൽ പാകിസ്ഥാൻ ഒരിക്കലും ഇറാൻ ഞങ്ങളെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് ഇറാനുമായിട്ടൊരു സംഘർഷത്തിൽ ഏർപ്പെടാൻ നിലവിലെ സാഹചര്യത്തിൽ സാധിക്കുകയില്ല. കാരണം വെച്ചാൽ പലതരത്തിലുള്ള ബന്ധങ്ങൾ പാകിസ്ഥാനും ഇറാനുമായിട്ട് വേറെ നിലയ്ക്ക് അവിടെ നിലനിൽക്കുന്നുണ്ട്. പാകിസ്ഥാൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വിധത്തിലുള്ള ട്രേഡ് എഗ്രിമെൻറ്റുകൾ, ഓയിൽ എഗ്രിമെൻറ്റുകൾ, ഇതൊക്കെ അവിടെ നിലനിൽക്കുകയാണ് ഇറാനും പാകിസ്ഥാനും തമ്മിൽ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും പാകിസ്ഥാൻ അങ്ങനെ കണക്കാക്കാൻ സാധിക്കില്ല. ഇപ്പുറത്ത് തുർക്കിയേക്കും ഒരുപക്ഷെ അത് സാധിച്ചോളണമെന്നില്ല. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ഒരു കാരണവശാലും അങ്ങനെ സാധിക്കില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സൗദി അറേബ്യ യമനിലെ ഒരു ഹൂത്തികളുമായിട്ട് വലിയ തോതിലുള്ള സംഘർഷം അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് വിചാരിച്ചുകൊണ്ട് പാകിസ്ഥാനോ തുർക്കിയെയോ ഹൂത്തികളെ നേരിട്ട് ആക്രമിക്കാൻ ശ്രമിക്കും എന്ന് നമുക്കിപ്പോൾ കരുതാൻ പറ്റില്ല. കാരണം വെച്ചാൽ അവിടെ വേറൊരു പൊളിറ്റിക്സ് അവിടെ വർക്കൗട്ട് ചെയ്യും. കാരണം ഹൂത്തികൾ സൗദിയെ ലക്ഷ്യമിടുമ്പോൾ സൗദിയെ മാത്രമല്ല ഇസ്രായേലിനെയും അമേരിക്കയെ കൂടെ ഹൂത്തികൾ ലക്ഷ്യമിടുന്നുണ്ട് എന്നുള്ളൊരു പ്രശ്നം അവിടെയുണ്ട്. ഇന്ത്യയുടെ മീഡിയയിൽ ഇതിനെക്കുറിച്ച് റെസ്പോൺസ് വന്നതല്ലാതെ ഇന്ത്യയിൽ ഔപചാരികമായി ഇന്ത്യ സർക്കാരിൽ നിന്ന് കാര്യമായ പ്രതികരണമൊന്നും ഇതേക്കുറിച്ച് വന്നിട്ടില്ല. ഇല്ല, കാര്യമായ പ്രതികരണം ഒന്നും ഇതേക്കുറിച്ച് വന്നിട്ടില്ല. അതിൽ ഇന്ത്യൻ മീഡിയയിൽ ഏറ്റവും കൗതുകരമായി തോന്നിയ ഒരു നിരീക്ഷണം എനിക്ക് മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന സുഹ്രാവർദിയുടെ ഒരു കോട്ടെടുത്ത് വെച്ചുകൊണ്ട് ഇന്ത്യൻ എക്സ്പ്രസ്സിലോ മറ്റോ ആണെന്ന് തോന്നുന്നു ഒരു റൈറ്റർ എഴുതിയതാണ്. അതായത് ഒരുപക്ഷെ ഇപ്പോഴത്തെ ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു കാഴ്ചപ്പാടും അതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് സുഹ്രാവർദി ഈ ബാഗ്ദാദ് അക്കോർഡ് വരുന്നതിന് മുമ്പ് ഈ സഖ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ, അതായത് ഒരു മുസ്ലിം അറബ് രാഷ്ട്രങ്ങളൊക്കെ ചേരുന്ന ഒരു സഖ്യത്തെക്കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ വന്നപ്പോൾ 0+0+0 എന്ന് പറഞ്ഞാലും 0 തന്നെ ആവുള്ളൂ എന്നൊരു ഉപമ അദ്ദേഹം നടത്തിയതായിട്ട് ഈ നിരീക്ഷകൻ ആ റൈറ്റപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ നിലയ്ക്കായിരിക്കും ഒരുപക്ഷെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം, നരേന്ദ്രമോദി സർക്കാർ എന്നുള്ളതല്ല പറയുന്നത്, ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഈ അക്കോർഡിനെയും കാണുന്നുണ്ടാവുക. ഇന്ത്യക്ക് തൽക്കാലത്തേക്ക് ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴുള്ളതിൽ കവിഞ്ഞ എന്തെങ്കിലും ഒരു ഭീഷണി ഉണ്ടാവും എന്നുള്ളൊരു തോന്നൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന് ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ഡീപ്പറായിട്ടുള്ള ഒരു റിയാക്ഷൻസിലേക്ക് ഇന്ത്യ ഗവൺമെൻറ് പോകാതിരിക്കുന്നതും അതുകൊണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പുതിയൊരു നാറ്റോ മോഡൽ, ഇസ്ലാമിക് നാറ്റോ എന്ന് ഇന്ത്യൻ മാധ്യമങ്ങളാൽ വിശേഷിപ്പിക്കപ്പെട്ട് അത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഏറ്റെടുത്ത ഒരു സഖ്യം നിലവിൽ വന്നിരിക്കുന്നു. അതിനെ കൂടുതൽ വിപുലപ്പെടുത്താനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്ര നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അതിലേക്ക് പുതിയ രാജ്യങ്ങൾ ഒരുപക്ഷെ വന്നേക്കാം. അങ്ങനെ വരികയാണെങ്കിൽ അത് ആ ജിയോ പൊളിറ്റിക്സിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം എന്തായിരിക്കും? അമേരിക്ക മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു എബ്രഹാം അക്കോർഡും അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളൊരു ജിയോ പൊളിറ്റിക്സ് അവർ വിഭാവനം ചെയ്യുന്നുണ്ട്, മിഡിൽ ഈസ്റ്റ് ഫോക്കസ് ചെയ്തുകൊണ്ട്. ആ ഒരു അമേരിക്ക വിഭാവനം ചെയ്ത ആ രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റമായിരിക്കും പുതിയ സഖ്യം വരുത്തുക? ഇതൊക്കെ കൗതുകരമായിരിക്കും. ഈ എപ്പിസോഡിലൂടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.